ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ ലേറ്റായിട്ട് എണീറ്റ്. ഇന്നലത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നാണ് ഫുഡ് മേടിച്ച് കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് പുതിയൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും വട്ടം കൂടി നിൽക്കുക, എന്താണ് ഇതെന്താ സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മളിത് ക്യാനിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അപ്പം അത് ഫിറ്റ് ചെയ്ത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അപ്പം നല്ല സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അതിനുശേഷം കുറച്ച് ചെടികളൊക്കെ മാറ്റി നടാനായിട്ട് ഞാൻ ചട്ടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം വേര് പിടിച്ച് നല്ല തിങ്ങി നെരിഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ അതൊക്കെ പുതിയ ചട്ടിയിലോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റിന് നല്ല ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ചട്ടി നന്നായിട്ട് പൊട്ടിയിട്ടാണ് ആ ചെടികളൊക്കെ നെരിഞ്ഞ് നിന്ന് നല്ലപോലെ പൊട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ജമന്തിയും മാറ്റി നടണമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതൊരു കമ്പ് കെട്ടിയിട്ടാണ്, കാരണം അത് വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു റോസ് ചെടി മാറ്റാനുണ്ടായിരുന്നു നമുക്ക്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്നേക്ക് പ്ലാന്റ് നടാമെന്നുള്ള ഒരു ഐഡിയയിലാണ്. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് നടുന്നത്. അതിൻ്റെ ചട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടില്ലേ, രണ്ട് സൈഡും നല്ല രീതിക്ക് പൊട്ടിയിട്ടാണ് ആ ചെടി നിൽക്കുന്നത്. കാരണം അതിന് മണ്ണില്ല കേട്ടോ, ഫുള്ള് വേര് പിടിച്ചിട്ട് തിങ്ങി നെരിങ്ങി നിൽക്കുന്നു കേട്ടോ. അപ്പം ആ ഒരു അവസ്ഥയിലായിരുന്നു ആ പ്ലാന്റ്. അപ്പം അത് മാറ്റി നടന്നു. പിന്നെ അത്യാവശ്യം പുല്ലുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റിയിട്ട് ഇതിനെ 2 ചട്ടിയിലായിട്ടായിരുന്നു നമ്മൾ മാറ്റി വെക്കാൻ പോകുന്നത്. പിന്നെ വേറെയും ഒരു ചെടി അതുപോലെ തന്നെ കണ്ടില്ലേ, ചട്ടിയുടെ ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്.